നമസ്കാരം. എന്നും സി പി എമ്മിനോടൊപ്പം നാവായും നട്ടല്ലായും കൂടെ നടന്നവരാണ് ഈ SNDP യോഗവും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ഈ ഈഴവ വിഭാഗത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് കൂടെ കൂടുകയും അവരെ കൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യിക്കുമെന്നുള്ള തരത്തിൽ വാർത്തകളുണ്ടാക്കുകയും ചെയ്ത് സി പി എമ്മിൻ്റെ അനുയായിയാണ് എന്നുള്ള തരത്തിൽ പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ നിലപാട് എന്ന് പറയപ്പെടുന്നത് BJPക്ക് അനുകൂലമാകുന്ന നിലപാടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി എടുക്കുന്നത്. ആ BJPയെ സഹായിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനുമെതിരെ ഇടതുപക്ഷ സർക്കാരിന് പിടിമുറുക്കുവാനൊരു സുവർണാവസരം എത്തിയിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ വിജിലൻസ് അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് നിർണായകമാകാൻ പോകുന്നത്, വെള്ളാപ്പള്ളിക്ക് അടികിട്ടാൻ പോകുന്നത്. അന്വേഷണ റിപ്പോർട്ട് വെള്ളാപ്പള്ളിക്കെതിരായാൽ അത് വലിയ തിരിച്ചടിയാണ് എന്ന് SNDP യോഗ നേതൃത്വത്തിനും വെള്ളാപ്പള്ളിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേസിൻ്റെ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് K. ബാബു പുതിയ നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു അടുപ്പം, ആ അടുപ്പമാണ് ഈ കേസ് ഇത്രയും നാൾ ഇങ്ങനെ നീളാൻ കാരണമായത് എന്നുള്ള അഭിപ്രായം CPM-നകത്ത് തന്നെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി BJP അനുകൂല നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ഇനിയും വെള്ളാപ്പള്ളിയോട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള നിലപാടാണ് മുതിർന്ന CPM നേതൃത്വത്തിനുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അംഗീകരിച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ വെള്ളാപ്പള്ളിമാർക്കും SNDP യോഗ ഭാരവാഹികൾക്കുമൊക്കെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി ചെയർമാനാക്കിയത് വലിയ അബദ്ധമായെന്ന അഭിപ്രായവും ഇപ്പോൾ സർക്കാർ തലപ്പത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും സ്വീകരിക്കാത്ത തരത്തിലുള്ള BJP അനുകൂല നിലപാടാണ് ഇത്തവണ SNDP യോഗം സ്വീകരിച്ചത് എന്ന വിമർശനവും ഇടതുപക്ഷത്ത് ശക്തമാണ്. ഇത് ആ സംഘടനയുടെ നിലപാടിന് എതിരാണെന്നാണ് CPM അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് കേസിൽ നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയും യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ 2-ാം പ്രതിയും കേരള പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ MD ആയിരുന്ന ദിലീപ് കുമാർ, ആ ദിലീപ് കുമാർ 4-ാം പ്രതിയുമായിരുന്നു. കേസിൽ 3-ാം പ്രതിയായിരുന്ന SNDP മൈക്രോ ഫിനാൻസ് വിങ്ങിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള KK മഹേശനെ 2020 ജൂൺ യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലും വെള്ളാപ്പള്ളിമാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നിലനിൽക്കുകയുമാണ്. വ്യാജ സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷം KSFB-CDC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മൈക്രോ ഫിനാൻസ് പദ്ധതി വഴി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വായ്പ ചെറിയ പലിശയ്ക്ക് നേടുകയും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നുമായിരുന്നു പരാതി ഉയർന്നിരുന്നത് എന്നുള്ളതാണ്. ഈ മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് ഇപ്പോൾ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലും പറയുന്നത്. വിവിധ ജില്ലകളിലായുള്ള 16ഓളം യൂണിയനുകളുടെ തുക വിതരണം ചെയ്തുവെന്ന് കാണിച്ച് വ്യാജ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തുക തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് വിജിലൻസിൻ്റെ പുതിയ കണ്ടെത്തൽ പോലും. അപ്പോൾ ആര് കുടുങ്ങും? വെള്ളാപ്പള്ളി കുടുങ്ങും. 2003 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 15.85 കോടി രൂപ ഇത്തരത്തിൽ KSFB-CDC MDയുടെ കൂടി ഒത്താശയോടുകൂടി വിതരണം ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ SNDP ചിറ്റൂർ താലൂക്ക് യൂണിയൻ, മാനന്തവാടി താലൂക്ക് യൂണിയൻ, പുൽപ്പള്ളി താലൂക്ക് യൂണിയൻ, കൂടാതെ റാന്നി താലൂക്ക് യൂണിയൻ എന്നിവയുടെ മുൻ ഭാരവാഹികൾ ഈ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യേണ്ട പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്ന് അതടക്കം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ പുൽപ്പള്ളി താലൂക്ക് യൂണിയൻ്റെ മുൻ ഭാരവാഹികൾ 2007-ലും 2014-ലും ഫണ്ടിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നും ഈ യൂണിയനുകളിലൂടെ വെട്ടിപ്പ് നടത്തിയ ഭാരവാഹികളും കേസിൽ പ്രതികളാകുമെന്നും വിജിലൻസ് SP ഡോക്ടർ ഹേമേന്ദ്രനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൃത്യമായി പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വെള്ളാപ്പള്ളിക്ക് വലിയ വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത്. ഈ അവസരം ശരിക്കും CPM-ഉം സർക്കാരും ഉപയോഗിച്ചാൽ SNDP യോഗത്തിലെ വെള്ളാപ്പള്ളി യുഗമെന്ന് പറയപ്പെടുന്നത് തന്നെ അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. BJPയെ സഹായിക്കാൻ പോയത് വളരെ തെറ്റായി പോയി എന്നിപ്പോൾ വെള്ളാപ്പള്ളിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. വെള്ളാപ്പള്ളി നടേശൻ ഒരേ സമയം 2 വള്ളത്തിൽ കാലുവയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങ് കേരളത്തിൽ പിണറായിയെ പ്രീതിപ്പെടുത്തി പിണറായിയോടൊപ്പം നിന്ന് മുന്നോട്ട് പോകാമെന്നും അങ്ങ് ഡൽഹിയിൽ മോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ BDJS പാർട്ടിയും തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയപ്പെടുന്ന വെള്ളാപ്പള്ളിയുടെ മകനും ചേർന്ന് നിന്നുകൊണ്ട് BJPയെയും മെരുക്കാമെന്നുള്ള ഒരു വലിയ തന്ത്രം, ആ തന്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയതെങ്കിൽ
ആ തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രയോഗിച്ചതിൽ അല്പം കുരുട്ടുബുദ്ധിയായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM-ന് മനസ്സിലായിരിക്കുന്നത് ഇവിടെ CPM-ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളിൽ ഈഴവ് വിഭാഗത്തിൻ്റെ ഒരു ഭൂരിപക്ഷം വോട്ടുകളും കോൺഗ്രസിനല്ല ലഭിച്ചത്, പകരം അത് ലഭിച്ചിരിക്കുന്നത് BJP-ക്കാണ്. അങ്ങനെ BJP-യെ വളർത്തിയതിൽ BJP-യുടെ വോട്ട് ഷെയറിൽ ഭൂരിപക്ഷം വോട്ടുകളും ലഭിച്ചിരിക്കുന്നത് ഈഴവ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിൽ SNDP യോഗം വരുത്തി വെച്ച വിന എന്താണ് എന്ന് CPM തിരിച്ചറിഞ്ഞപ്പോൾ ഇനി വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിമാരെയും ഒപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള SNDP യോഗം നേതാക്കളെയുമൊക്കെ പൊക്കി അകത്താക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പിണറായിയുടെ മുമ്പിലെ വഴി. അത് ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളത് വിജിലൻസ് കൃത്യമായി മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പമുള്ളവരും ഇനി BJP-യുടെ അല്ല ആരുടെ തണലിൽ നിന്നാലും രക്ഷപ്പെടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അഴിമതിക്ക് കൂടെ പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒന്നും സംരക്ഷിക്കേണ്ട ബാധ്യത BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കില്ല, മോദിക്കില്ല. അങ്ങനെ വരുമ്പോൾ BJP-ക്ക് വെള്ളാപ്പള്ളിയെപ്പോലെ ഉള്ള ഒരു അഴിമതിക്കാരനാണ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സഹായിക്കേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ BJP വളരെ കൃത്യമായി കൈയൊഴിയുക തന്നെ ചെയ്യും. വെള്ളാപ്പള്ളിയെ CPM പിടിമുറുക്കുകയാണ് എങ്കിൽ അഴിക്കുള്ളിലേക്ക്, ഇരുമ്പഴിക്കുള്ളിലേക്ക് വെള്ളാപ്പള്ളിക്കാർക്ക് പോകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തുഷാറായാലും വെള്ളാപ്പള്ളി നടേശനായാലും ആരാണെങ്കിലും അച്ഛനും മകനുമൊക്കെ ജയിലഴികൾക്കുള്ളിലാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. യാത്ര അങ്ങനെയാണ്. മൈക്രോ ഫിനാൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ പിടിയൊന്ന് മുറുക്കാൻ പിണറായി വിജയൻ തയ്യാറായാൽ പിന്നെ ഒരു മോദിക്കും ഒരു ഡൽഹിക്കും ഒരു BJP-ക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമെന്നും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ.